നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ചായയോടൊപ്പം കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ? ഞാനിവിടെ ബാക്കി വന്നിരിക്കുന്ന ഒരു 3 ഇഡ്ഡലിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇഡ്ഡലി കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ കൈകൊണ്ട് സാധാരണ പോലെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ചേർക്കുന്നത് മൈദയാണ്. ഒരു 3 സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ റവ ചേർക്കുകയാണ്. ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുവാൻ വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി മതിയാകും. പിന്നെ ഒരല്പം മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു എരിവിന് വേണ്ടി ഇപ്പോൾ ഞാൻ അതുകൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി ഒഴിവാക്കിയാൽ അതിന് പകരം പച്ചമുളക് ചേർക്കാം, അതല്ലെങ്കിൽ എരിവ് കുറച്ച് വേണമെങ്കിലും തയ്യാറാക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ പാകത്തിന് ഉപ്പും വേണം. ഈ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചേർക്കുന്ന ഇതെല്ലാം കൂടി നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സ് ചെയ്യാൻ. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പാകം നോക്കിയതിന് ശേഷം മാത്രമേ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവൂ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് കുഴച്ചെടുക്കണ്ട. അത് ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത്. ഇത്തിരിയായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മുടെ സ്നാക്സിന് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തിടാനുള്ള ഈ ഒരു പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കുക. റവ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ് ഈ ഒരു 10 മിനിറ്റ് സമയം നമ്മളിതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം രീതിയിൽ തീ ഇട്ടതിന് ശേഷമാണ് ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും. ഇതേപോലെ പ്രത്യേക ഷേപ്പൊന്നുമില്ലാതെ ഒരു കുറച്ച് മാവെടുത്ത് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേണ്ട കുറച്ച് സോഫ്റ്റായിട്ടാണ് ഈ സ്നാക്സ് വേണ്ടതെങ്കിൽ ചെറിയ ഉരുളകളാക്കി ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായിട്ട് ഈ സ്നാക്സ് കിട്ടും. നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നത് പോലെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി ഇത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് നമ്മൾ ഇഡ്ഡലി പക്കോട ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ രുചികരമാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ, അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.